بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളും മക്കളും സ്വാലിഹീങ്ങളായി ജീവിച്ചാൽ ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഉപകരിക്കും. മക്കളുടെ കാര്യം പറയുമ്പോൾ മക്കളെ മാത്രം പറയുകയും മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കളുടെ കാര്യം മാത്രം പറയുകയും ചെയ്യുന്ന രീതി വിട്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി സ്വാലിഹ്യങ്ങളായി ജീവിക്കുക എന്നതാണ്. സ്വാഭാവികമായും ആ മക്കളും അതിനെ പിന്തുടർന്നുകൊണ്ട് സ്വാലിഹ്യങ്ങളായി ജീവിക്കും. അതൊരു സൗഭാഗ്യമാണ്. ഖുർആൻ ആവർത്തിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ പറയുമ്പോൾ, ഇസ്ഹാഖ് നബിയെയും ഇസ്മായിൽ നബിയെയും പറയുമ്പോൾ, യാക്കൂബ് നബിയെ പറയുമ്പോൾ അവരെ മുഴുവൻ നമ്മൾ സജ്ജനങ്ങളാക്കി എന്ന് അല്ലാഹു അവരെ വാഴ്ത്തി പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖേദകരമെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ ഉമ്മത്ത് ഒന്നുകിൽ മാതാപിതാക്കൾ ദീനുള്ളവരാണ്, മക്കൾക്ക് ദീനില്ല. ആ മക്കൾ പ്രാഥമിക കാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ബോധമോ വിശ്വാസമോ ഇല്ല. ഒരു വിശ്വാസിക്ക്, മുസ്ലിമിന് ആദ്യം നിർബന്ധമാകുന്ന നിർബന്ധ നിസ്കാരത്തിൽ പോലും താല്പര്യമില്ല. ഇനി മക്കൾ സ്വാലിഹ്യങ്ങളാണെങ്കിൽ മാതാപിതാക്കൾക്ക് ആ താല്പര്യമില്ല. അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ ജീവിക്കുന്ന ഒരു ദയനീയമായ ചിത്രമാണ്. അതിൻ്റെ ദുരന്തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരുന്നു എന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്. മക്കൾ സ്വാലിഹ്യങ്ങളാണെങ്കിൽ ദുനിയാവിൽ മാതാപിതാക്കളുടെ കാര്യം അവർ കാര്യമായി പരിഗണിക്കും. ആഖിറത്തിൽ മാതാപിതാക്കൾക്ക് രക്ഷ കിട്ടാവുന്ന, അവർക്ക് ചെയ്യാവുന്ന കാര്യവും അവർ ചെയ്യും. അതിൽ പരമപ്രധാനമായത് റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ എന്ന് പ്രാർത്ഥിക്കും അവര്. ഖുർആൻ പറഞ്ഞതാ ആ പ്രാർത്ഥന. റബ്ബി ഗ്ഫിർലി, നാഥാ എനിക്ക് നീ
പൊറത്തു തരണമേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കളുടെ പാപങ്ങളും റബ്ബേ നീ പൊറത്തു കൊടുക്കണമേ എന്നതായിരിക്കും സ്വാലിഹായ ഒരു സന്താനങ്ങളുടെ പ്രാർത്ഥന. അതായിരിക്കും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അടുത്ത പ്രാർത്ഥന അതാണ്. നാഥ, എന്റെ മാതാപിതാക്കൾ എന്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് എന്നോട് കരുണ കാണിച്ചതെങ്കിൽ ആ കരുണ നീ എന്റെ മാതാപിതാക്കളോട് കാണിക്കണമേ. രണ്ട് വിഷയം അത് രണ്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. റബ്ബിൽ നിന്ന് മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്ന മാതാപിതാക്കളായാലും മക്കളായാലും അവര് വിജയിച്ചു എന്നതാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സൂറത്ത് അഹ്കാഫിലെ 15-ാമത്തെ ആയത്ത് പല സന്ദർഭത്തിലായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു സ്വാലിഹായ മകനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. നാം മനുഷ്യൻ തന്റെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കണമെന്ന് വസിയത്ത് നൽകിയിരിക്കുന്നു. വെറുപദേശമല്ലല്ലോ വസിയത്ത്. വസിയത്ത് ഉപദേശം നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്കറിയാം. അത് വസിയത്തായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോ വെറും ഒരു കേവല ഉപദേശമല്ലത്, പാലിക്കപ്പെടേണ്ട ഉപദേശമാണത് എന്ന് നമുക്കറിയാം. അല്ലാഹു പറയാണ്, ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു മനുഷ്യന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. അമലത്തുഹു ഉമ്മുഹു കുർഹൻ വമവാത്തുഹു കുർഹൻ. അവന്റെ മാതാവ് വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ധരിച്ചത്. അതുപോലെ തന്നെ വേദനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് അവനെ പ്രസവിച്ചത്. അത് പിതാവിൽ നിന്ന് മാതാവിനുള്ള പ്രത്യേക മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന കാര്യമാണ് എടുത്തു പറഞ്ഞതല്ല. മാതാവിനും പിതാവിനും നന്മ ചെയ്യണമെന്ന് കൽപ്പിച്ചുകൊണ്ട് മാതാവ് പിതാവിനില്ലാത്ത ഉയർന്ന ഒരു ധർമ്മം നിർവഹിക്കുന്നവരാണ് ഉമ്മ. ലോകത്തതിന് മാതൃകയില്ല. ഉമ്മാക്ക് പകരമായി ലോകത്ത് മറ്റൊന്നും തന്നെയില്ല. വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഗർഭം ധരിച്ചത്. വളരെ വേദനകൾ സഹിച്ചുകൊണ്ടാണ് പ്രസവിച്ചത്. പ്രസവിച്ചത് കൊണ്ട് പ്രശ്നം മാറുന്നില്ല മാതാവിന്റെ. അവളുടെ ഗർഭകാലവും മുലയൂട്ടൽ കാലവും 30 മാസമാകുന്നു. അല്ലാഹു പറയാണ്, ഖുർആനാണ്, കഥയല്ല. അങ്ങനെ ആ സന്താനം തന്റെ ഇടമെത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. മാതാവ് മുലയൂട്ടി വളർത്തി, ശൈശവത്തിൽ അവനെ പോറ്റി, അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവൻ തന്റെ ഇടമെത്തി. തന്റെ ഇടത്തിന് ഒരു പ്രായം കൂടി അമ്മ നിശ്ചയിച്ചു. 40 വയസ്സായി. പക്വത വരുന്ന എടുത്തുചാട്ടം, ചോരത്തളപ്പെന്നൊക്കെ പറയില്ലേ, അതൊക്കെ മാറി സ്വന്തം മക്കളായി, സ്വന്തം തനിക്ക് തന്നെ മക്കളായി. ആ മക്കളുടെ കാര്യത്തിൽ അവനുള്ള ഉത്കണ്ഠ, അവന്റെ താല്പര്യം അവനെ പ്രേരിപ്പിക്കുന്നു. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇതേ താല്പര്യമായിരുന്നല്ലോ. ഇന്ന് എന്റെ മക്കളെ വളർത്താൻ ഈ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് എന്റെ മക്കൾ ചോദിക്കുന്ന ഭക്ഷണം വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ, അത് കഴിയാത്ത കാലത്ത് എന്റെ ഉമ്മയും ഉപ്പയും എത്രമാത്രം പ്രയാസപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കാൻ തന്റെ ഇടമെത്തുന്ന സമയം 40 വയസ്സെത്തുമ്പോൾ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. സൂറത്ത് അഹ്കാഫിലെ 15-ാമത്തെ ആയത്താണ് സഹോദരങ്ങളെ ഇത്. അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. 40 വയസ്സായ മകൻ പ്രാർത്ഥിക്കുന്നു. മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ നമ്മ ഈ 15 വയസ്സുകാരും 18കാരൊക്കെ പ്രാർത്ഥിക്കണം. 60 വയസ്സായ മകൻ പ്രാർത്ഥിക്കട്ടെ. 80 വയസ്സായ ഒരു മകനായിരിക്കുമല്ലോ മരിച്ചുപോയ മാതാപിതാക്കളെ, അവർക്ക് പ്രാർത്ഥിക്കണം. ചെറിയ മക്കൾക്കുള്ള ഉപദേശം നമുക്ക് തോന്നാം. മരിക്കുന്നത് വരെ 100 വയസ്സിൽ മരിച്ചാലും ആ മരിക്കുന്ന ആൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. നാഥാ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ റബ്ബേ നീ എനിക്ക് പ്രചോദനം തൗഫീഖ് നൽകണമേ. അങ്ങനെയായിരുന്നു സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ. അവിടെ നിർത്തിയിട്ടില്ല. വഅലാ വാലിദയ്യ, റബ്ബേ നീ എന്റെ മാതാപിതാക്കൾക്ക് ചെയ്ത നിഅമത്തിനും ഞാൻ തന്നെ നിന്നോട് ശുക്ർ കാണിക്കാനുള്ള പ്രചോദനവും തൗഫീഖും റബ്ബേ നീ എനിക്ക് നൽകണമേ എന്നവൻ പ്രാർത്ഥിക്കണം. എന്തെന്ന് എത്തി പറഞ്ഞത്? എനിക്ക് നിഅമത്ത് നീ ചെയ്തതിന് ഞാൻ ശുക്ർ കാണിക്കണം, എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത നിഅമത്തിനും എനിക്ക് തന്നെ ശുക്ർ കാണിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള പ്രചോദനം നീ എനിക്ക് നൽകണമേ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ സ്വാലിഹീങ്ങളാവണമെന്ന്. നീ തൃപ്തിപ്പെടുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് നൽകണമേ. എനിക്ക് സ്വാലിഹായ പ്രവർത്തനമെന്ന് തോന്നിയാൽ പോരാ റബ്ബേ, ശരിയായ സ്വാലിഹായ നന്മ എന്താണെന്ന് നിനക്കാണ് അറിയുക. നീ അത് നിന്റെ കിതാബിലൂടെയും നിന്റെ റസൂലിലൂടെയും പഠിപ്പിച്ചിട്ടുണ്ട്. നീ തെറ്റിപ്പെടുന്ന സ്വാലിഹായ പ്രവർത്തനം ചെയ്യാൻ മാതാപിതാക്കളെ മാത്രമല്ല ഓർക്കുന്നത്, അവൻ സന്താനങ്ങളെയും ഓർക്കുന്നു. എന്റെ സന്തതികളിൽ നീ നന്മ വരുത്തണമേ. ഇന്നീ തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ. വഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. അവസാനം പറഞ്ഞ ആദ്യം പറയാം, മുസ്ലിമാണെന്ന് പറയാൻ അഭിമാനക്ഷതമുള്ള തലമുറ വളരുകയാണ് പ്രിയപ്പെട്ടവരെ, ആണും പെണ്ണും. എന്നെ കണ്ടാൽ മുസ്ലിമാണെന്ന് കരുതുമോ എന്ന ഒരു എന്താ പറയാ, ഒരു ആത്മനിന്ദ അവസ്ഥയിലേക്ക്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പെൺകുട്ടികളൊക്കെ പിന്നെ വേഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മുസ്ലിം അല്ലാന്ന് എല്ലാം ജനം ധരിച്ചോട്ടെ എന്നുള്ള മട്ടിലാണ് പെൺകുട്ടികളുടെ നടപടി. ഇവിടെ എന്താ പറയാ, ഞാൻ റബ്ബേ നിന്നിലേക്ക് നിന്റെ കൽപ്പന പാലിച്ചാൽ പോലും എനിക്ക് വീഴ്ച സംഭവിക്കും. എന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എനിക്ക് വീഴ്ച സംഭവിക്കും. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. റബ്ബേ, ഞാൻ മുസ്ലിമാണ്, മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അഭിമാനത്തോടെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ ആർജവത്തോടെ പറയാൻ കഴിയുന്ന ആര് സമൂഹം എങ്ങനെ ജീവിച്ചാലും ഞാൻ മുസ്ലിമായി ജീവിക്കും. മുസ്ലിമിന്റെ സംസ്കാരമാണ് എനിക്ക്, മുസ്ലിമിന്റെ വിശ്വാസമാണ് എനിക്ക്, മുസ്ലിമിന്റെ കർമ്മങ്ങളാണ് എനിക്കുള്ളത് എന്ന് അഭിമാനത്തോടെ പറയാവുന്ന, ഇതാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്ന സ്വാലിഹായ സന്താനം. മോളിൽക്ക് നോക്കുന്നു, അടിയിൽക്ക് നോക്കുന്നു. എന്നെ വളർത്തിയ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവൻ താല്പര്യമുള്ളവനാണ്, സ്വന്തം മക്കളുടെ കാര്യത്തിലും താല്പര്യമാണ്. അതാണ് ആ ഘടന. ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ തലമുറയായി പോവുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. അല്ലാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും പേരമക്കളെയും ഒക്കെ സ്വാലിഹീങ്ങളായി ജീവിച്ചു ഭരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, അതിന് പോലും നേരം കിട്ടാത്ത മക്കളാ, മയ്യത്ത് പോലും നിൽക്കരിക്കാറിയാത്ത മക്കളാ. വലിയ കോഴ്സ് പാസ്സായിട്ടുണ്ട്, MBBS ഉണ്ട്, പക്ഷെ മയ്യത്ത് കരിക്കാറിയില്ല. അല്ലെങ്കിൽ ആള് വലിയ അഡ്വക്കേറ്റാണ്, ഉമ്മാക്കും വാപ്പാക്കും പ്രാർത്ഥിക്കാൻ മാത്രം കിട്ടൂല. വിദേശത്തുള്ള മക്കള് വിളിച്ചു പറയുന്നു, ഞങ്ങള് വരാണ്ട് മറിയരുത്. അത്ര ഇഷ്ട ആരോട് പോടുമ്പോടെ. ഞങ്ങള് വന്നിട്ട് ഒരു മാസം മുമ്പ് രോഗാവസ്ഥയിലൊക്കെ വന്ന് കണ്ടു പോയ മോനും വിളിച്ചു പറയാണ്, ഞങ്ങൾ വന്നിട്ട് മറിയരുത്. വന്ന് എന്നിട്ടോ ഒരു വിരുന്നുകാരന്റെ പോലെ നോക്കിക്കുക, നാട്ടുകാരൊക്കെ പാടെ കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുന്നത് വല്ലവരും, കുളിപ്പിക്കുന്നത് വല്ലവരും. ഇവൻ ഒന്നും
അറിയാത്തവനായി. ഈ ചിത്രം നമ്മുടെ നാട്ടിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ രംഗത്ത് നിന്ന് ഒരു കരുതൽ സ്വന്തം മക്കളെ കുറിച്ച്, പേരമക്കളെ കുറിച്ച്. ഇനി മക്കൾ എങ്ങനെ പേരമക്കളെങ്കിലും ദീനുള്ളവരായാൽ ആ വല്യപ്പാനെ പരിഗണിക്കും. ആ പേരമക്കൾ മകന്റെ സ്ഥാനത്ത് തന്നെയാണ് പേരമക്കൾ എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. അബീ ഹുറൈറ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും ഈ ഹദീസ് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലയർഫഉ ദറജത, പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും. നിശ്ചയമായും അല്ലാഹു പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ലിൽ അബ്ദി സ്വാലിഹി, സ്വാലിഹായ അല്ലാഹുവിന്റെ ദാസന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ തന്നെ വെച്ച്. സ്വർഗത്തിൽ സ്വാലിഹായാലേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ നമുക്കറിയാം. ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്വാലിഹായ മനുഷ്യന്റെ സ്വർഗത്തിലെ ഇന്നത്തെ അവസ്ഥയിലെ നാളെ ഒരു പദവി കൂടി കൂട്ടി വീണ്ടും അല്ലാഹു അവന്റെ സ്വർഗലോകത്തെ പദവികൾ വർദ്ധിപ്പിക്കുന്നു. ഫയഖൂൽ, ആ സ്വാലിഹായ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കുകയാണ്, യാ റബ്ബി, റബ്ബേ, അന്നാലി ഹാദാ, എന്താണ് റബ്ബേ, എനിക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ഞാൻ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നീ തന്നല്ലോ. അങ്ങനെയാണല്ലോ റബ്ബേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഇത് പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദറജ. ഒരു ദറജയല്ല സ്വർഗത്തിൽ, നരകത്തിലും ഒരു ദറജയല്ല. നരകത്തിൽ റബ്ബ് നമ്മളെ കാക്കട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ ദറജയിൽ നമ്മെ കുടുംബാംഗങ്ങളോടൊപ്പം അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്വർഗവാസിയായ സ്വാലിഹായ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കുകയാണ്, ഇതെന്താ റബ്ബേ, എന്റെ കർമ്മങ്ങൾ നീ വിലയിരുത്തി പരിശോധിച്ചു, വിചാരണ ചെയ്തു, അതനുസരിച്ച് എന്നെ സ്വർഗത്തിലാക്കി. ഇതിപ്പോ സ്വർഗത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ആ മനുഷ്യനോട് പറയുന്നു, നിന്റെ മക്കളുടെ നിനക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയുടെ ഫലമാണത്. എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് നിരന്തരമായി നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ദറജയാണ് നിനക്കിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് അധികം വൈകുന്നതിന് മുമ്പ് നമ്മൾ കേട്ടല്ലോ, ജാരിയായ സദഖ, അക്കൂട്ടത്തിൽ വലത് സ്വാലിഹ് യദഉ ലഹു പഠിച്ചല്ലോ. അധികം പഴയതായിട്ടില്ലല്ലോ, ഇപ്പൊ അടുത്ത കാലത്തല്ലേ നമ്മത് പറഞ്ഞത്. സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കും. ജാരിയായ സദഖയുടെ ഫലം മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കും. അറിഞ്ഞ അറിവച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ മരിച്ചു പോയാലും അതിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. കൂട്ടത്തിലാണ് വലത് സ്വാലിഹ് യദഉ ലഹു, സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ ദറജകൾ ഇങ്ങനെ വർദ്ധിക്കുന്നു. നമ്മൾ നമ്മൾക്ക് എത്ര സ്നേഹിക്കുന്നു, ലാളിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കടമ നാം നിർവഹിച്ചില്ല എങ്കിൽ ആ മക്കൾ ചോദ്യചിഹ്നമായി റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ നേരെ തിരിയും. നമ്മൾ കരളിന്റെ കഷ്ണങ്ങളെ പോലെ സ്നേഹിച്ച മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, റബ്ബിന്റെ മുമ്പിൽ വെച്ച് അവരുടെ രീതി മാറും. ഞങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം തന്നു, ഞങ്ങളെ ഉമ്മയും ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, ഞങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റി. ദീനിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല. ഒരു ദയവും മക്കൾ കാണിക്കില്ല. സ്വന്തം മാതാപിതാക്കളെ ശത്രുക്കളെ നോക്കുന്ന പോലെ നോക്കും. കാരണം അവന്റെ മുന്നിൽ നരകമാണ് കാണുന്നത്. അവന്റെ മുന്നിൽ നരകം തിളക്കുമ്പോൾ റബ്ബേ, ഞങ്ങൾ നരകവാസികളായി തീരാൻ കാരണക്കാർ ഞങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് എതിര് പറയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. കാരണം
ദീൻ പഠിപ്പിച്ചില്ല, അള്ളാനെ പറ്റി പഠിപ്പിച്ചില്ല, പരലോകത്തെ പറ്റി പഠിച്ചില്ല. എന്തിനേറെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയോ റസൂലിന്റെ നിർദ്ദേശമോ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അറിയാനുള്ള അവസരം കൊടുക്കാറില്ലല്ലോ. നിസ്കരിക്കാൻ അറിയില്ല, നിസ്കരിക്കാൻ കൃത്യമായി പഠിപ്പിച്ചിട്ടില്ല, ദീനിന്റെ നിയമങ്ങൾ അറിയില്ല, ഹലാൽ ഹറാം അറിയില്ല. ടൂർ പോകല്ലേ, അറുത്ത കോഴിയാണോ ഞെരിച്ച കോഴിയാണോ ചിന്തിക്കണോ? അൽഫാമൊക്കെ വാങ്ങി തിന്നുമ്പോ ഇത് അറുത്തതാണോ, അതെ കഴുത്ത് നെരിച്ചിട്ട് തരുന്നതാണോ എന്നൊക്കെ ആരെങ്കിലും ആലോചിച്ച് വിഷമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണിത്. എന്റെ നിങ്ങളുടെ പ്രശ്നമാണ്, നാട്ടുകാരുടെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഈ പറയുന്ന എന്റെയും ഈ കേൾക്കുന്ന നിങ്ങളുടെയും തനതായൊരു പ്രശ്നമാണ്. അതിന്റെ ദുരന്തങ്ങൾ നമ്മള് വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു, വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, 4-5 മക്കളുടെ ചിറ്റിയാവും. ഒരു മോന്റെ തന്നെ വേറെ പറഞ്ഞു 4-5 മക്കളുണ്ടെങ്കിലേ ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്ക. 1-ാം തീയതി ആകുമ്പോ കട വീട്ടിലേക്ക് പോണം. ആലോചിച്ച് നോക്കിയ നിങ്ങള്, ചേട്ടനും അനിയനും മക്കൾക്കൊക്കെ മുലയൂട്ടിയപ്പോ കണക്ക് വെച്ചിരുന്ന കുട്ടികൾക്ക് അസുഖം വന്നപ്പോ ഡോക്ടറെ അടുത്ത് പോയപ്പോ മരുന്ന് മേടിച്ച കാശിലെ കണക്ക് വെച്ചിരുന്ന നമ്മുടെ ഉപ്പയും ആലോചിച്ച് നോക്കിയ. ഞാനല്ലേ അന്ന് ആസ്പത്രി കൊണ്ടുപോയത്, അന്ന് എനിക്ക് ഇത്ര കാശ് ചിലവായില്ലേ കണക്ക് പറയുന്നു. ഇപ്പൊ ഗൗരവപ്പെട്ട വിഷയമാണ്. അല്ലാഹു വളരെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കുന്ന, പരലോകത്ത് വേറെ. മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ ദുനിയാവിൽ വെച്ച് തന്നെ അത്ര ഗുരുതരമാണ് റബ്ബിന്റെ അടുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങളുടെ ആശയം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതിന് ഗൗരവം മനസ്സിലാവും. ഒരു മനുഷ്യന് തന്റെ അടുക്കൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട്, ശ്രദ്ധിച്ചു കേട്ടോ ഹദീസിന്റെ ആശയം, ഒരു മനുഷ്യന് വൃദ്ധരായ മാതാപിതാക്കൾ കൂടെ താമസിക്കാനുണ്ടായിട്ട് അവന് സ്വർഗം ലഭിക്കുന്നില്ലെങ്കിൽ അവനേക്കാൾ നിർഭാഗ്യവാൻ മറ്റാരുമില്ല. അതായത് ഒരുവന്റെ സ്വർഗവും നരകവുമാണ് മാതാപിതാക്കൾ എന്നർത്ഥം. ഒരുവന്റെ സ്വർഗം, വിശ്വാസിയായ മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞത്. ശരിക്കും കാഫിറിന് എന്തായാലും വിശേഷമൊന്നുമില്ല. വിശ്വാസിയായ ശിർക്കും കുഫറുമില്ലാത്ത ഒരു മനുഷ്യൻ, മുസ്ലിമിന് അവന്റെ സ്വർഗവും നരകവുമാണ് മാതാപിതാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ ഒരു സഹാബി റസൂലുള്ളാഹിയുടെ അടുത്ത് വരികയാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇസ്ലാമിൽ ജിഹാദിന്റെ സ്ഥാനം നമുക്കറിയാം. വരാൻ പോകുന്ന യുദ്ധത്തിൽ പേര് ചേർക്കണമെന്ന് അപേക്ഷിക്കാനാണ്. അടുത്ത് പുറപ്പെടുന്ന റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന യുദ്ധത്തിന് എന്നെ കൂടി ചേർക്കണമെന്ന അപേക്ഷയുമായി ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നു. ആ മനുഷ്യൻ പറയാ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് റസൂലെ യുദ്ധത്തിന് പുറപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ള തിരിച്ചൊരു ചോദ്യം, അള്ളാന്റെ പുണ്യം തന്നെയാണോ നീ കൊതിക്കുന്നത്? അതെ. നിനക്ക് വയസ്സായ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളും എങ്കിൽ നീ യുദ്ധത്തിന് പോരണം, അവരെ ചെന്ന് പരിചരിക്കാൻ. യുദ്ധത്തിന് ആൾ അത്യാവശ്യമാണ്. നോക്കണേ, യുദ്ധത്തിന് ആൾ അത്യാവശ്യമായിട്ട് റസൂലുള്ള പറയാണ്, നിന്റെ ഉപ്പയും വൃദ്ധരാണെങ്കിൽ അവരെ പോയി പരിചരിച്ച് ഈ പുണ്യം നീ അവിടെ നിന്ന് നേടൂ, നിന്റെ വീട്ടിൽ നിന്നും. നീ പോരണ്ട. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മളെ മക്കൾ കേൾക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുക. മദ്രസയിൽ പോയി 3-ാം ക്ലാസ് 4, 5 ഇതൊക്കെ അങ്ങനെ ഒന്നും പഠിച്ച് പിന്നെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് മറന്നുപോയി, ഇരിക്കാനും മറന്നുപോയി, ഒക്കെ മറന്നുപോയി. ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊരു ആശ്വാസം.
എന്തെങ്കിലും ഒരു ദീനിന്റെ ക്ലാസ് കേൾക്കണമെന്നോ, ആ മക്കള് നമ്മൾ സ്നേഹിക്കുന്ന പോലെ നമ്മളെ തന്നെ സ്നേഹിക്കണം, ദുനിയാവിൽ നമ്മുടെ കണ്ണിന് കുളിർമയാകണം, പരലോകത്ത് ഉപകരിക്കണം എന്ന നിലയിൽ ദീനിന്റെ എന്തെങ്കിലും ഒരു വർത്തമാനം വെള്ളിയാഴ്ച കുത്തുക, അതെന്റെ മക്കൾ കേൾക്കണം. അല്ലെങ്കിൽ ഒരു പ്രഭാഷണം പണ്ഡിതന്റെ, അത് നിങ്ങളുടെ മക്കൾ കേൾക്കണം. അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്, ഒന്നുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും മാറണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കീഴിലുള്ളവരുടെ കാര്യത്തിൽ ഗുണകാംക്ഷ പുലർത്തുകയും അവരെ കൂടി നമ്മളും അവരും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള രീതിയിലേക്ക് വളരണം. ഈമാൻ വർദ്ധിക്കണം, അമല് വർദ്ധിപ്പിക്കണം. അല്ലാഹു അതിന് നമ്മൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ സ്വയം വിലയിരുത്തി നോക്കിയാൽ നമ്മളെ നാട്ടുകാരെ പറ്റി ആലോചിക്കണം, നമ്മളെ പറ്റിയും നമുക്ക് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് കുടുംബങ്ങൾ, ബന്ധുക്കൾ എന്നാലോചിച്ച് നോക്കിയാൽ. നമ്മുടെ മക്കൾക്ക് ഭൗതികമായി വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, ഉയർന്ന തൊഴിലുണ്ടെങ്കിൽ, നല്ല മാസവരുമാനമുള്ള ജോലിയാണെങ്കിൽ ആ മക്കളെ കുറിച്ച് നമുക്ക് വലിയ അഭിമാനമാണ്, അല്ലേ? എൻ്റെ മോൻ കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല ജോലിയെടുത്തു, ഇപ്പൊ എൻ്റെ മകന് നല്ല വലിയ സൗകര്യമുള്ള വീടുണ്ട്, എൻ്റെ മകന് വില കൂടിയ വാഹനമുണ്ട്, അതിനനുസരിച്ച് ഒരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്. അഭിമാനം തോന്നുന്നു. ദീനില്ലെങ്കിലും ആ മക്കളെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ടോ? നമുക്ക് സ്വയം പരിശോധിച്ചാൽ. 5 നേരത്തെ നിസ്കാരം പോലും ഇല്ലാത്ത മക്കളാണെങ്കിലും സാലറി വലുതാണ്, അവന്റെ ഡിഗ്രി വലുതാണ്, അപ്പയിലാണോ അഭിമാനം കൊള്ളുന്നത്? ഒരു പ്രശ്നം നമ്മൾ അലട്ടുന്നില്ലേ? എങ്കിൽ ഖുർആൻ ഒരു വാപ്പാനെ മോനെ പരിചയപ്പെടുത്താറുണ്ട്. നമുക്ക് ഒരു പാഠമായിട്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിയെയും മകനെയും ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളെ അഭിമാനം എത്ര ഉണ്ടെന്ന് അറിയാം. നമുക്കറിയാം, 950 കൊല്ലം അല്ലാഹുവിലേക്ക് ക്ഷണിച്ച ആ പ്രവാചകൻ, ശിർക്കിനെതിരെ പ്രവർത്തിച്ച ആ പ്രവാചകൻ, ആ റസൂൽ, ആദ്യത്തെ റസൂൽ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച ആ റസൂലിന്റെ ഭാര്യയും മകനും മുസ്ലിമായില്ല, ആ ആദർശം സ്വീകരിച്ചില്ല. ആ നാട്ടിലെ മുശ്രിക്കുകളോടൊപ്പമായിരുന്നു അവർ. ആ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല, നിങ്ങൾക്കറിയാമത്. അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷ നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ, ഇനി ഒരാളും നിന്നിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. അവർക്കുള്ള ശിക്ഷ, പ്രളയം വരാൻ പോകുന്ന നീ ഒരു കപ്പലുണ്ടാക്കുക, എന്നിട്ട് നിന്റെ അഹ്ലുകാരെയും വിശ്വാസികളെയും ജീവജാലങ്ങളെയും അതിൽ കയറ്റി, അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോകും. അങ്ങനെ കപ്പലുണ്ടാക്കി, മഴ പെയ്യാൻ തുടങ്ങി, ശക്തമായ മഴ, ഭൂമിയിൽ നിന്ന് ഉറവുകൾ മുകളിലേക്ക്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് പക്ഷികളെ, മൃഗങ്ങളെ, ഇണകളായി അതിൽ കയറ്റി, അയലുകാരെന്ന് പറയുന്ന ആളുകളെ, വിശ്വാസികളെ കയറ്റി. യാ ബുനയ്യ ഇർകബ് മഅനാ, പൊന്നുമോനെ ഈ കപ്പലിലെ വാപ്പോടൊപ്പം കേറുമോനെ. വാപ്പ പറയാ, വാപ്പ ഞാൻ കേറുന്നില്ല. ഉയരം കൂടിയ മലയുടെ മുകളിൽ, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഉയരമുള്ള മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. അല്ലാഹുവിന്റെ ശിക്ഷയിൽ
വാപ്പയെയും മകനെയും ഉയർന്ന തിരമാലകൾ വേർപെടുത്തി മറയിട്ടു. ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പറയാ സൂറത്ത് ഹൂദിലെ 45-46 ആയത്ത്. ആ കപ്പലിൽ റബ്ബിന്റെ സംരക്ഷണത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കെ നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനോട് വിളിച്ചു തേടി. വഖാല നൂഹ് നബി റബ്ബി ഇന്ന ഇബ്നീ മിൻ അഹ്ലി, റബ്ബേ എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടവനല്ലേ. ഇന്ന വഅദക്കൽ ഹഖ്, റബ്ബേ നിന്റെ വാഗ്ദാനം സത്യവുമാണല്ലോ. നൂഹേ നിന്നെയും നിന്റെ അഹ്ലുകാരെയും ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് റബ്ബേ നിന്റെ വാഗ്ദാനം ആ സത്യമായ വാഗ്ദാനം മാത്രമല്ലേ നീ നൽകൂ. എന്നിട്ട് എന്റെ അഹ്ലിൽപ്പെട്ട എന്റെ മകൻ ഇതാ മുങ്ങി മരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം സങ്കടത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. നീ നീതിമാനായ വിധികർത്താവാണല്ലോ റബ്ബേ. എന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും എന്റെ മകൻ മുങ്ങി മരിക്കുകയും ചെയ്തല്ലോ. ഏതൊരു വാപ്പാക്കും തോന്നാവുന്ന സങ്കടം. അല്ലാഹു പറഞ്ഞു, യാ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ മകൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഉയർന്ന ശമ്പളവും തൊഴിലും ഒക്കെ ഉണ്ടെങ്കിൽ മക്കളെ കുറിച്ച് അഭിമാനം തോന്നുന്നു. ദീനില്ലെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടാ? അല്ലാഹു പറയാണ് നൂഹ് നബിയോട്, അവൻ നിന്റെ അഹ്ലുകാരനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, സാലിഹിന്റെ പ്രവൃത്തിയല്ല അവനുള്ളത്. നമ്മുടെ അഹ്ലാണെങ്കിലേ സ്വാലിഹായ മക്കളാവണമെന്ന് അല്ലാഹു പറയാണ്. അവൻ സ്വാലിഹികളുടെ പ്രവൃത്തി ചെയ്യുന്നവനല്ലല്ലോ. അതുകൊണ്ട് നിന്റെ അഹ്ലല്ല. അവിടെ നിർത്തിയില്ല. നൂഹിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞതാണ്, ഇത്ര വിവരക്കെട്ട വർത്താനങ്ങൾ നീ എന്നോട് ചോദിക്കരുത്. താക്കീതായി മാറുകയാണ്. നൂഹ് നബി സങ്കടം കൊണ്ട് പ്രാർത്ഥിച്ചതാണ്. മറുപടി അറിയാം, നിന്റെ മോൻ നിന്റെ അഹ്ലുകാരനല്ല, അവൻ സ്വാലിഹല്ല, അതുകൊണ്ടാണ്. പിന്നെ അല്ലാഹുവിന്റെ ഭാഷ മാറുന്നു. വിവരക്കെട്ട ചോദ്യങ്ങൾ നീ എന്നോട് ചോദിക്കരുത്. മാത്രമല്ല ഇന്നി അഇദുക നൂഹേ, നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, അൻതകൂന മിനൽ ജാഹിലീൻ, വിഡ്ഢികളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് നൂഹേ എന്ന് നിന്നെ ഞാൻ പ്രത്യേകം ഉപദേശിക്കുന്നു. എന്ത് കുറ്റം ചെയ്ത നൂഹ് നബി? എന്ത് കുറ്റം ചെയ്തത്? ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് നിന്നെ നൂഹേ നിന്നെ ഉപദേശിക്കുന്നു. ആദർശമില്ലാത്ത മോൻ, ദീനില്ലാത്ത മോൻ, ശിർക്കിന്റെ ആളുകളുടെ കൂടെ കൂടിയ മോൻ, കുഫറിന്റെ ആളുകളുടെ കൂടെ കൂടിയ മോൻ, റബ്ബിന്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്നവരുടെ കൂടെ കൂടിയ മോൻ, അവൻ നിന്റെ അഹ്ലല്ല. ഇത്രയും ഗൗരവമുണ്ട് ഈ വിഷയത്തിന്. നമ്മുടെ അഭിമാന ബോധത്തിന് വലിയ സാധ്യതയില്ല എന്നാണല്ലോ അന്ന് ഈ പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. തിരുവലുതാവുമ്പോ ഈ കുട്ടികളൊക്കെ വലുതാവുമ്പോഴേ ഒരു പുച്ഛം, തനിപ്പഴഞ്ചൻ, പള്ളിയിൽ പോയി വേനൽക്കാലത്ത് ഇങ്ങനെ നോമ്പൊടിക്കുക, സ്വന്തം കാശി അള്ളാന്റെ പുണ്യം കിട്ടുന്നതുകൊണ്ട് ധർമ്മം കൊടുക്കുക, സദഖ കൊടുക്കുക, സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. പുച്ഛം തോന്നും ആ മക്കൾക്ക്. അപ്പൊ നിങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടോ? ആ മകന്റെ ലക്ഷണം വെറും കൺട്രീസാണ് ഉപ്പയുപ്പയും. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പഠിക്കാത്ത ആളാണ് ഉമ്മയുപ്പയെ എന്നാണ് ഈ മകളുടെ, ഈ മകന്റെ നമ്മളെ നേരെ നോക്കുന്ന നോട്ടം. അത് അഭിമാനിക്കാവുന്നതല്ല. അതുകൊണ്ട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക, മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. കൂടാതെ പ്രവർത്തിക്കുക. ഇഷ്ടപ്പെടുമോ? എന്റെ മോൻ ചെയ്യില്ല പറയുന്നവരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യം, അത് വേറെ പറഞ്ഞോ, അത് അവന്റെ കാര്യ.
നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുമോ ഇല്ലേ എന്നത് അവന്റെ വിഷയ, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ ഒരു മുസ്ലിം എന്ന നിലക്ക് മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഓരോ സന്ദർഭത്തിലും ഇടപെട്ടോ ഇല്ലേ? നൂഹ് നബി ഒരു വീഴ്ചയും പറ്റിയിട്ടില്ലല്ലോ. നൂഹ് നബി ഭാര്യയുടെ കാര്യത്തിലും മകന്റെ കാര്യത്തിലും ഉപദേശങ്ങൾ കൊടുക്കുന്നതിലും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ആയില്ല, അത് അവന്റെ കാര്യം. അത്തികൾ നമ്മപ്പ അവരോട് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, അവർ കേൾക്കില്ല. ആ മറുപടി നീ പറയുന്ന ഒരാൾ പറഞ്ഞോ ഇല്ലേ, പറഞ്ഞു കൊടുത്തോ ഇല്ലേ? മക്കളോട് പേരമക്കളോട് ഇഷ്ടപ്പെടൂല, എന്നാലും പറയണം. നാട്ടുകാരോട് പറയുന്നതിന്റെ ഇരട്ടി ശക്തിയിൽ പറയണം. ഏറ്റവും അടുപ്പമുള്ളവരോട്, സ്നേഹമുള്ളവരോട്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശർറിലും ശിർക്ക്, കുഫ്ർ, ദീനി നിഷേധം, ദീനി നിഷ്ഠയില്ലായ്മ, റബ്ബിന്റെ ഹറാമ് ഹലാലുകൾ പരിഗണിക്കാതെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇഹലോകത്ത് പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന വിധം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة